ചേട്ടാ ഞാൻ എന്നെ അറിയാണ്ട് ഒരു പുള്ളിനെ പിടിച്ചോണ്ടൊന്ന് ഞാൻ വണ്ടി ഇറങ്ങി ആ പുള്ളി വണ്ടി സിറ്റുവേഷൻ ലീവാണ് നമ്മൾ ഈ പോലീസ് പോലീസ് ഹലോ സാർ സാറേ പറയൂ. എടാ കണ്ണാപ്പി അണ്ണൻ അണ്ണാ അണ്ണന്റെ മോൻ കണ്ടില്ല മുയലല്ലേ കണ്ട കണ്ടോണ്ടാ പണ്ണന് പ്രതിയായി കേറിക്കോ. ഇത് നീ മോട്ടിച്ചോണ്ട് വന്നാണോ? ചന്ദ്രൻ ഇറ്റാച്ചി സ്നൈപ്പ് പോലീസ് സ്റ്റേഷനിലേക്കാണ്. കയറാൻ പറ്റില്ല ലോക്കാണ്. എനിക്ക് ഇറങ്ങാനും പറ്റൂല. ലോക്ക 2 മണിക്കൂർ എന്റെ ജീവിതം ഇപ്പൊ മറ്റേ സീക്രട്ട് ഏജന്റ് നടക്കാം കാറിനകത്ത. അതൊരു ഒരു ക്യാമറ ഗ്ലാസ് വഴി എറിഞ്ഞു തരുവാണോ ഞാൻ ഇവിടുത്തെ വ്ളോഗ് ഒക്കെ ചെയ്തങ്ങ് ജീവിക്കാം. ഫുഡും അതാ ഇപ്പൊ ഹലോ ഇടിച്ച് കൊല്ലല്ലേ പോലീസിന് ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങാൻ പറ്റൂല. വണ്ടി ലോക്കാണ്. അണ്ണൻ കണ്ടില്ലേ? വണ്ടി ലോക്കാണ്. എനിക്ക് ഇറങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ കാറിലായി. അത് എന്തിനു ചെയ്താലും നടക്കൂല. ക്യാരി അടിക്കുന്ന എവിടെയായിരുന്നു? കമാൻസിലോ? ക്യാരി ADR ഉണ്ണി ഉണ്ടാവാ. ADR ഉണ്ണി ഉണ്ട്. അതെ ഇവിടെ. അതാ ഞാനല്ല. അണ്ണാ ഇതിപ്പോ എന്ത് ചെയ്ത? ഇതിപ്പോ ഈ വണ്ടി ഇല്ലെങ്കിൽ ചന്ദ്രനും ഇറ്റാച്ചിയും സ്നൈപ്പും മറ്റേ ഇപ്പം മേളിൽ കാണിക്കും. നീ എങ്ങനെ ഇവിടെ വന്നേ? സീരിയസ് ആയിട്ട് പറ. നമ്മള് അണ്ണ ഞങ്ങൾ ഇതേ അവിടെ നിക്കുവായിരുന്നു. അണ്ണ എന്നെ പലേറ്റത് ചേസ് ചെയ്ത് ഞാൻ ഈ ഭാഗത്ത് നിക്കുവായിരുന്നേ. അപ്പൊ അവിടെ EMS ഇപ്പൊ ഉണ്ടായിരുന്നു. അവനായിട്ട് സംസാരിച്ചിരിക്കുവായിരുന്നു അവിടെ. കൊടുത്ത് അത് വേറെന്താ വെച്ചോ തോളത്ത് വെച്ചോണ്ടോ? അണ്ണ മറ്റവൻ എങ്ങനെ വന്നെന്ന് ചോദിക്കും. നമ്മുടെ പുറകിന്റെ അടുത്ത് വന്നിട്ട് ഇവനൊക്കെ എങ്ങനെ വന്നെന്ന് ചോദിക്കണ്ട. എന്താ ബ്രോ? ഹലോ ഹലോ ബ്രോ. ഇപ്പൊ ഇടിച്ച് പറപ്പിച്ചേനെ സാറിനെ. ഓ അടുത്ത ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 15 നിന്നെ നടനാക്കാം. പോൾ മൊണ്ണ നിന്റെ പേര്. പോട്ടെ. അത് പോട്ടെ. നിന്റെ വിനു മണ്ണെണ്ണ നീ ഇന്നോട്ട്. വിനു മണ്ണെണ്ണ ഏതാണ്? ഇത് ഏത് സ്റ്റേഷനിലെയാ? ഇത് എനിക്കറിഞ്ഞൂടാ. ഞാൻ വഴിപോക്കനാണ്. ഇത് കുണ്ണത്താമുക്ക് സ്റ്റേഷൻ വരുന്ന കാണിച്ചു തരുമോ സാറേ? കാണിച്ചു തരാം. നീ അകത്തോട്ട് കയറിയാ നീട്ടി കാണിച്ചു തരാം. നീ എന്താ വെച്ചാ ചെയ്തത്? അണ്ണൻ നമുക്ക് പിന്നെ മണ്ണെണ്ണ വണ്ടി കയറ്. അണ്ണൻ നേരെ പീടിയിലോട്ട്. എനിക്കൂടെ ലിഫ്റ്റ് തരുമോ? അണ്ണൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടെ. സാറേ എനിക്ക് പോലീസിൽ 2-3 പേരെ അറിയാം. പോലീസിനാ പിന്നെ അവിടത്തെ വേറെ. ഹലോ പീടി നേരെ 2-3 പേരെ ഇറക്കാണ്ട്. ചന്ദ്ര എവിടെ? അണ്ണാ കണ്ണനെ കൊണ്ടുപോയി. നീ എവിടെ? ചന്ദ്രനല്ല ചന്ദ്രനെ കൊണ്ടുപോയി. ഞാനിവിടെ മെയിൻ ഗാരേജിലുണ്ട്. മുതുക്കിലോ? നമ്മുടെ പഴയ മെയിൻ ഗാരേജ് അവിടെ ഉണ്ട്. ഓ അറിയാം. ചന്ദ്ര അവിടെ ഉണ്ട്. എന്തോ ബ്രോ ഗ്യാങ്ങിലൊക്കെ ഉണ്ടാ? ചന്ദ്ര ഗ്യാങ്ങിലുണ്ട്. അങ്ങനെ കൊള്ളാവോ ചന്ദ്രു? ഓ എന്റെ ഗ്യാങ് സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ഗ്യാങ്ങാണ് ഈ സിറ്റിയില് ഒരു വള്ളിയും ഒരു ഇതും എടുക്കാത്ത ഒരേ ഒരു ഗ്യാങ്. ഞങ്ങൾക്ക് സിറ്റിയിലെ നീറ്റ് ഗ്യാങ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ സ്വർഗരാജ്യത്തില്. ശരിക്കും? ഓ സത്യം. നമ്മൾ ഏകദേശം നമ്മുടെ കൂടെയുള്ള പിള്ളേരൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷമായി. 4 വർഷമായിട്ട് ഇതുവരെ ഒരു ടോക്സിസിറ്റിക്കും ഒരു അടിക്കും ഇതിനുള്ള ബാൻ കിട്ടിയിട്ടില്ല നമുക്കാർക്കും. നമ്മുടെ പിള്ളേർക്കാണ് സീറോ ബാൻ. ഇപ്പൊ സ്വർഗരാജ്യ അവാർഡ്സ് ഉണ്ടായിരുന്നു. ഒരു മാസമല്ലേ വന്നിട്ട്? ഒന്നര മാസം മുമ്പ് അവാർഡ് ഷോ ഉണ്ടായിരുന്നു.
അവാർഡ് ഷോയില് ഈ പറയണത് അച്ഛനെ ഇവിടെ ചില പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര സീനായിരുന്നു. നമ്മുടെ അടുത്തൊന്നല്ല ആരുടെ അടുത്തേക്ക് വന്നിട്ട് ചുമ്മാ സീൻ എടുക്കുന്നുണ്ട്. അതിൽ ഒരു പ്ലെയറിനെ മാത്രം പേര് മാത്രമേ എനിക്കറിയാവുള്ളൂ. പേരെന്തരായിരുന്നു എന്തൊരു ജർമ്മൻ അങ്ങനെ എന്തൊരു പേരായിരുന്നു, ഞാൻ മറന്നുപോയി. അവിടെ മറ്റേ മുതുക്കിലൊക്കെ എന്തൊക്കെയാ ഭയങ്കര സീനൊക്കെ എടുത്ത് ഒരു പച്ച കളറിൽ അയ്യോ ഞങ്ങളുടെ അടുത്ത് തന്നെ ബ്രോ. ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും. ഒരു പച്ച കളർ ലൈറ്റ് അവന്റെ സംസാരം വാ തുറക്കുമ്പോഴേ അടിച്ച് വീക്കാൻ തോന്നൂലേ? അത് സത്യം കേട്ടോ. എനിക്ക് പലപ്പോഴും പുള്ളി ഏതോ കൊമ്പത്ത് ഗ്യാങ്ങിലൊക്കെയാണ്. എടാ അത് ഈ ഗ്യാങ്ങിന്റെ പേരിൽ ഉങ്ക് കാണിക്കണ കുറെ അമ്മമാരുണ്ട്. പക്ഷെ നമ്മുടെ ഗ്യാങ് അതുപോലൊന്നും അല്ല. നമ്മുടെ ഗ്യാങ് ഡീസന്റ് ഗ്യാങ് ആണ്. നമ്മുടെ ഗ്യാങ്ങില് ഞാൻ പിള്ളേരോടെല്ലാം മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു വിധത്തിലും ഈ പറയണത് പോലെ ആൾക്കാരെ ഉപദ്രവിക്കാൻ പോകരുത്. നമ്മളിവിടെ അതാണ് സത്യം പറയല് വേണ്ടത്. ഞാൻ കുറെ ഗ്യാങ്ങുകളെ കണ്ടിട്ടുണ്ട്. അവരുടെ ഗ്യാങ്ങിന്റെ പവറൊക്കെ യൂസ് ചെയ്ത് ചുമ്മാ ആളുകളൊന്ന് നെഞ്ചത്ത് കയറിയാണ്. ഇവിടെ നല്ല കുറെ ഗ്യാങ്ങുകളുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ അവരുടെ കൂടപ്പുറപ്പുള്ള ഇവിടെ ഉള്ള എല്ലാരും കാണുന്നത്. നമ്മള് ഡീസന്റ് ആണ്. നമ്മള് ഈ മറ്റേ പവർ കാണിക്കുന്ന പരിപാടിയൊന്നും നമ്മളില്ല. ഇപ്പൊ പറഞ്ഞു ഞാൻ ബ്രോ ഞാനിപ്പോ ഒരു നമ്മുടെ ഒരു ഇവിടുത്തെ സിറ്റിയിലെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഗ്യാങ്ങിന്റെ ലീഡറാണ്. ലീഡർ ഇതെന്താ വെച്ചാൽ എല്ലാവർക്കും ഭ്രാന്തായ ഇതെന്തോ പോലീസ് തന്നെ ഇത്. ഈ അക്രമത്തിലൊന്നും ഇടപെടരുത്. അക്രമം കാണുമ്പോ കണ്ണടക്കുക. അതാണ് എന്നെ എന്റെ ആശാൻ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ വണ്ടി ഓടിക്കുമ്പോ കണ്ണടച്ച വീഴൂലേ? ഇല്ല, നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ഇങ്ങനെ കോണ പറയുന്നവരിടത്തും ഡീസന്റ് ആയിട്ട് സംസാരിക്കാൻ. അങ്ങനെ പറഞ്ഞല്ലോ, സോറി ക്ഷമിക്കണേ. അറിയാണ്ട് കോമഡി ആയിട്ട് പറഞ്ഞതാണ്. ഞാനും അങ്ങനെ തന്നെ. ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നേ. അല്ല ഞാൻ കോമഡി ചുമ്മാ പറഞ്ഞതാണ്. എന്നെ ഒരു 50 പേര് ട്രിഗർ ആക്കാൻ നോക്കിയാൽ പോലും ട്രിഗർ ആവാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായോ? ഞാൻ ട്രിഗർ ആവും. ഈ ഇതിൽ ഏറ്റവും വേണ്ടത് മനക്കെട്ടിയാണ്. ഈ ഒരു സത്യം ഇതിനകത്ത് ഇപ്പൊ എന്റെ മുമ്പിൽ ആൾക്കാർക്ക് തമ്മിത്തല്ലോ. അവൻ ചാടി ഇറങ്ങിയാണ്ട് തള്ളക്ക് വിളിക്കണം. അവിടെ എന്തൊക്കെയോ ഭയങ്കര സംഭവം എടുത്ത് കാർ കയറുന്നത്. ഒരുത്തിനും ഫാമിലി പ്രോബ്ലം. നമ്മൾ കണ്ടില്ലെന്ന് നടക്കണം. നമ്മൾ ഇഗ്നോർ ചെയ്തേ വിട്ടേക്കണം. കണ്ടോ? അത് അവരെന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ കണ്ടോ പോയി കഴിഞ്ഞു. അതെ അതെ, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കേസ് അല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി വയ്ക്കുക. ഈ സിറ്റിയിൽ അങ്ങനെ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ അപ്പുറത്തൊരു സർവൈവൽ ഇല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമോ നിനക്ക്? ഞാൻ വെറുതെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഒരു മാഷിനെയാണ് എനിക്ക് വേണ്ടത്. ജീവിതം പഠിപ്പിച്ചാൽ ഇതുപോലെ ആള് വേണം. ഞാൻ നന്നായിട്ട് ജീവിതം പഠിച്ച ഒരാളാണ്. അതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോ പ്രശ്നം ഉണ്ടാക്കുന്നവന്മാരൊക്കെ നമുക്ക് ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യം എല്ലാം കഴിയുമ്പോ നമ്മുടെ തലയിൽ വരും. മനസ്സിലായോ? നീ അല്ലടാ മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹലോ സാറേ നമസ്കാരം. എന്തൊരു പ്രശ്നമുണ്ടോ സാറേ? ചൂട്ടാണ്. ഒരുത്തം വന്നിട്ട് ഇവിടെ പീടി വണ്ടി അടിച്ചോണ്ട് പോയി. ഫയറിംഗ് ആയി. പീടി വണ്ടിയാ? കൊല്ലണം സാറേ. സാറേ പീടി വണ്ടി സാറേ, ഈ പീടി വണ്ടി വെച്ച് വേറെ എന്തൊക്കെ അക്രമങ്ങൾ കാണിക്കാൻ പറ്റും സാറേ? പെട്ടെന്ന് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം കേട്ടോ സാറേ. എന്തായാലും പിടിക്കും സാറേ. ആൾക്കാരുടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പേരെന്താ സാറേ അവരുടെ? ഞങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം സാർ. ഒരാളുടെ പേര് ചന്ദ്രബോസ് എന്നാണ് സാറേ. വേറൊരാളുടെ പേരെന്താ സാറേ? മൂക്കിന്റെ തുമ്പത്ത് മതി. എന്തോ സാറേ കേട്ടില്ല. ആളെ കിട്ടിയാലും മതി സാറേ. ആളെ കിട്ടിയാലും സാറേ പറന്നു കിടക്കണ വണ്ടി ഇതെന്തിന്? സമാധാനത്തിൽ നടന്ന തിക്കായിരുന്നു. പിന്നെ അല്ല അത്രേ ഉള്ളൂ.
എത്ര കണ്ടിരിക്കുന്ന നമ്മളെത്ര മോഷിച്ചിരിക്കുന്നത് ആരാ സാറേ ഈ ചന്ദ്രബോസ് അറിയോ ഒരാവശ്യം വരുമ്പോ നിന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ആരോടെ നിക്കണോടാ ഞാൻ അതൊക്കെ അത്ര ഉള്ളു അതൊക്കെ അത്ര ഉള്ളു കണ്ണാപ്പി മരിക്കും കേട്ടോ അവൻ രക്ഷപ്പെടുത്താൻ പറ്റും സാറേ 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 വണ്ടി എടുക്കില്ല സാറേ 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 ചന്ദ്രബോസ് എടാ വണ്ടി 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 എന്റെ വണ്ടി നിന്റെ സമാധാനം ബുദ്ധിയില്ലാത്ത മണ്ടനായത് എടാ നീയേ നീ സിറ്റിസൺ ആയിട്ട് നീ ഇങ്ങനെ ഇവിടെ കിടന്ന് പുഴുത്ത് നാട്ടുകാരുടെ അടി തുപ്പും നാട്ടും എല്ലാം കഴിച്ച് പണ്ട് ഇതുപോലൊരു പുല്ല് ഉണ്ടായിരുന്നു പണ്ട് ഉണ്ണി കൊണ്ടേന്ന് പറഞ്ഞു ഞാൻ മലയിലൊരുത്തനെ കൊണ്ടുപോയതാ അത് പിന്നെ ഇതുപോലെ രക്ഷപ്പെട്ട് പോയതാ എന്റെ അടുത്തൊന്ന് നിന്റെ അടുത്തൊന്ന് വണ്ടിക്കകത്ത് ഇറങ്ങാൻ ആര് പറഞ്ഞു ഞാൻ എവിടെ ഇറങ്ങിയാലും ചാടി ഇറങ്ങേണ്ട എന്താ ആവശ്യമുണ്ട് നിനക്ക് നീ ആര് വഴി കണ്ടൊരു എംബോക്കെ പിടിച്ച് കാറിനകത്ത് എനിക്കൊന്ന് ഇത്ര ദൂരം കൊണ്ടുവന്ന് ഇത്ര നിന്നെ ഉപദേശിച്ച് ആളാക്കി ഞാനാരായി 10 സെക്കൻഡ് തരൂ സാർ ഒരു 10 സെക്കൻഡ് തരൂ ഇത്രയും നേരം ദൈവദൂതനെ പോലെ ഇത്ര ഉപദേശം ഏവനെ പിടിച്ചോണ്ട് പറഞ്ഞത് ഞാൻ അറിഞ്ഞാ നീ ആ വണ്ടിക്കകത്തുനിന്ന് എന്തിനിറങ്ങി അതാണ് എന്റെ ചോദ്യം വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങിയതാ എന്തിന് പിന്നെ ചേട്ടൻ ഇറങ്ങിണ്ട് പിന്നെ ഞാൻ എന്നാ ഞാൻ ഇവിടെ ഇരിക്കാൻ പോണു വാ നമുക്ക് ഇവിടെ ഇരിക്കാം വാ ഇവിടെ ഇവിടെ ഇതാ ഇരി ഇങ്ങോട്ട് ഇരി വാ വാ നിക്ക് ജെ വർക്കാവല്ല ഞാൻ പുതിയ കീബോർഡ് മേടിക്കാൻ ചോദിച്ചാടാ നീ ഇരിക്കാൻ നീ എല്ലാം ചെയ്യാം ഞാൻ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്താ ഇവിടെ ഒരു പാവിരിക്കും പാവിരിക്കാൻ ഞാൻ ചെയ്യുന്ന എല്ലാം കാണിക്കും വാ 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 ഞാനിതിപ്പോ എന്ത് ചെയ്യണം ഒരു വണ്ടി എടുത്ത് തന്നാ മതിയാ സാറേ ഞാൻ പിടിക്കാൻ സഹായിക്കാം എന്റെ മുന്നിൽ നിന്നല്ലേ മിസ്സായത് വാ വണ്ടി എടുക്കാം വാ 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 ആരെ പിടിക്കാൻ ആരെ ഏതോ ബോസിനാ ഹലോ മലയാളി എന്റെ പിച്ചിരുന്ന് ചേട്ടാ ഞാൻ എന്നെ അറിയാണ്ട് ഒരു പുള്ളിനെ പിടിച്ചോണ്ടൊന്ന് ഞാൻ വണ്ടി ഇറങ്ങി ആ പുള്ളി വണ്ടി നമ്മളീ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കണ്ണാപ്പിയുടെ ഫ്രണ്ട് ഒരു ചന്ദ്രനും കൂടെ ഉണ്ടല്ലോ അത് പറയണ്ടേ ഓറഞ്ച് ഡ്രസ് ഇട്ടേക്കണ ചേട്ടന്റെ പേരെന്നാ കണ്ണാപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ അല്ലല്ലേ നമുക്കറിയില്ല ബാബു നമ്പൂരി ആരപ്പോ ഒരു AR ഫോൺ ഗേൾസ് ഒക്കെ ന്യൂ ജനറേഷൻ ആയതു നമ്മൾ ഇതിന്റെ ഇടയിലോട്ട് പറഞ്ഞ വല്ല കാര്യം ഉണ്ടായിരുന്നു മകനെ ഓ ഉപദേശമായിരിക്കും നേരത്തെ വല്ലോ ചെയ്യുന്നതിനെ മുമ്പ് എന്റെ അടുത്തൊന്ന് പറയാൻ അല്ലെങ്കിൽ ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനൊന്നും എന്നെ ഇവിടെ കുത്തി പിടിച്ചിരുത്താനല്ലേ നേരത്തെ പറഞ്ഞു വായിൽ നോക്ക് എന്താടാ ഇറങ്ങിയപ്പോ വായിൽ വെച്ചിട്ടതാ ഇവ ആരടുത്തൊക്കെ പോയിട്ടുണ്ടെന്ന് ഇത് വെച്ച് കണ്ടുപിടിക്കും അവര് നമ്മളെ വണ്ടി ആ ഈ ബസിന്റെ ബാക്കിൽ ഓക്കെ സാറേ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇറങ്ങാൻ പറ്റില്ല പുള്ളിക്ക് ലോക്ക് തുറക്കണോ അവന്റെ ചെവിക്കകത്ത് എന്തോ ഉള്ളത് നീ എന്റെ അടുത്ത് അവന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചെവിക്കകത്ത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ലോക്ക് തുറക്കണമെങ്കിൽ നമ്മള് വേണ്ടേ അവന് ലോക്ക് എന്തിനാ അവന് വണ്ടി മാത്രം മതി അയ്യോ അല്ല എവിടെയെങ്കിലും പോയിട്ട് ഇറങ്ങണ്ടേ സാറേ മഞ്ഞ വണ്ടിക്കകത്തുള്ളതാണ് ചന്ദ്രബോസ് സാറേ മാറണേ സാറേ സിറ്റുവേഷനിലേക്കോ സാറ് മാറിക്കോ നമുക്ക് സംസാരിക്കാം സാറയോ എന്റെ അടുത്തല്ലല്ലോ സാറേ എനിക്കൊരു ഇൻഫർമേഷൻ തരാനുണ്ട് ഹലോ പറഞ്ഞോളൂ ആ മഞ്ഞ വണ്ടിക്കകത്തുള്ളതാണ് ചന്ദ്രബോസ് നിങ്ങളുടെ ഈ മെഷീനിൽ ആദ്യം ആ മഞ്ഞ വണ്ടിക്കകത്ത് സാറേ
വണ്ടിക്കൊന്നും പുള്ളി പീഡിയിലോട്ട് റിപ്പോർട്ട് ചെയ്തായിരുന്നു എന്നിട്ട് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ല സാറേ സാറേ ഒരു മിനിറ്റ് സാറേ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. ഒറ്റ സെക്കൻഡ് പുള്ളിയാണ് ഈ പുള്ളി ഒന്ന് നോക്കിക്കോട്ടെ. സാറേ പൊക്കിക്കോ. സാറേ സാറിനോട് ഞാൻ കുറെ നേരം പറഞ്ഞു ഡ്യൂട്ടി തടസ്സപ്പെടുത്തല്ലേ മാറിയിക്കണോന്ന്. കണ്ണ് കണ്ടുകൂടിയുടെ ഇതൊക്കെ എന്താ സാറേ പുള്ളി പൊക്കിക്ക്. ബാബു ബോസ് ഒന്നിങ്ങോട്ട് വന്നേ. ഇതെന്താ PL ആണോ എനിക്ക്? ചന്ദ്ര ചന്ദ്ര എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ. ചന്ദ്ര ചന്ദ്ര എല്ലാം ഓക്കെ. വാ ഇറങ്ങാം ഇറങ്ങാം. എടാ എന്റെ PL ആണോടാ? ഓണർ വെച്ച് അത് ട്രാക്ക് ചെയ്ത് അവനെ കൂടി പിടിപ്പിക്കാം. എടാ PL ഉണ്ടോ? PL ഉണ്ടോ? അവനെ പിടിച്ച് എന്നെ പിടിച്ച സ്കൂട്ടർ പുള്ളി വിളിക്കുന്ന വാർത്തന്നെ ഇവിടെ ഉണ്ട്. പോലീസ് വിളിക്കുന്നു. ഞാൻ കേട്ട് നീ പറഞ്ഞു കൊടുക്കുന്നത്. അല്ല പുള്ളിയുടെ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ വിളിച്ചത്. ചന്ദ്രൻ പഠിച്ചോട്ടാ. എടാ ചന്ദ്രക്കാരനെ ഞാൻ 2 വട്ടമാണ് നാണം കേട്ടത്. ആണോ? ഇനി ഒരുമിച്ച് ഞാനെങ്ങനെ വായിട്ടോടാ. സാറേ പുള്ളിയെ പോലീസ് കൊണ്ടുപോയില്ലേ? ആളെ കൊണ്ടുപോയില്ലേ? സാറേ ചന്ദ്ര സാറേ ഇത് ഈ പുള്ളി ദൃശ്യാശീലാണ്. അങ്ങനെ ഇൻഫർമേഷൻ എനിക്ക് അറിഞ്ഞൂടാ സാറേ. അറിയില്ലേ? എനിക്കറിയില്ല സാറേ. ഡിമാൻഡ് ഞാൻ ഇനി അമ്മാരുടെ ഡിമാൻഡ് ചെയ്തോണ്ടിരിക്കാം. വേണം പോയി കണ്ടുപിടിക്കണം അവന്റെ. എനിക്ക് ഈഗോ അടിച്ച് എക്കോ അവിടെ നിൽക്കുന്ന ആരാണ്ടാടാ? അവിടെ നിൽക്കുന്ന ആരാണ്ടാണ്? നിങ്ങൾ ഈ ചന്ദ്രബോസ് പറയുന്ന ഒരാളെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പുള്ളി ഒരു മഞ്ഞ മസ്താങ്കിൽ കുടുങ്ങിയിരിപ്പുണ്ട് സാറേ. പുറത്തിറങ്ങത്തില്ല. വണ്ടിയോട് അടിച്ചിട്ട് നിങ്ങൾക്ക് തൂക്കി എടുത്തോണ്ട് പോവാ. മസ്താങ്ങിന്റെ ഓണർ ബ്രോ ഒന്ന് ട്രാക്ക് ചെയ്യാവോ? എവിടെ സാറേ ഇതാണ് പുള്ളി. ഈ മസ്താങ് സാറേ ഒന്ന് നിങ്ങൾ കപ്പ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ട് ചോദ്യം ചെയ്താൽ ചത്ത പറയുന്ന പോലെ പറയാൻ. അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അവൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞത് കേട്ടായിരുന്നു നീ? ആര്? കണ്ണാപ്പി. എന്ത്? ഇറ്റ്സ് TV ബിച്ചസ് എന്ന്. സത്യമള്ളി പോകുമ്പോഴും നമ്മളെ തെറി വിളിച്ചിട്ടാണല്ലോ പോയത്. അങ്ങനല്ലടാ, ആ പേര് പറഞ്ഞിട്ട് നമുക്ക് ഇടപെടാതിരിക്കാൻ പറ്റും. അത് സത്യമള്ളി അടിച്ചിട്ടല്ല. പക്ഷെ എനിക്ക് പറ്റും. ആ കഴിവിനെ ആരുടെ കൊണ്ടേ കുഴിക്കിടട്ടെ, എനിക്ക് പറ്റും. എനിക്കൊരു വണ്ടി കിട്ടി. വാ ഇതിൽ കയറി. ആര്? വാ കേറാം.